അഭിവന്ദ്യനായ കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനി, ബഹുമാന്യനായ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആദ്യമായി വൈകി വന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാനൊരു ചടങ്ങ് നീണ്ടുപോയത് കൊണ്ടാണ് ഇവിടെ എത്താൻ താമസിച്ചത്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അതിയായ സന്തോഷമുണ്ട്. അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്തയുടെയും അഭിവന്ദ്യ ഡോക്ടർ ഐസക് മാർ ഇലിക്സിനോസ് എപ്പിസ്കോപ്പയുടെയും പൗരോഹിത്യ സുവർണ ജൂബിലി അനുബന്ധിച്ച് നടത്തുന്ന സ്നേഹാഗമം പരിപാടിയാണ്. രണ്ടുപേരും വ്യക്തിപരമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഞാനുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവരുമാണ്. അവരുടെ രണ്ടുപേരുടെയും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ദൈവനിയോഗമായി ഞാൻ കരുതുന്നു. നമുക്കറിയാം, മെയ് 29 മെയ് 29 പ്രത്യേകതയുണ്ട്. 1953 മെയ് 29 ടെൻസിങ്ങും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കീഴടക്കിയത്. വലിയ പർവ്വതത്തെയാണ് അവർ കീഴടക്കിയത്. ഇവർ രണ്ടുപേരും ദൈവത്തിൻ്റെ മഹത്വമാർന്ന കൊടുമുടിയെ കീഴടക്കിയിട്ടാണ് ഈ പൗരോഹിത്യ സുവർണ ജൂബിലിയിൽ തിളങ്ങി നിൽക്കുന്നത് എന്ന് പറയാൻ എനിക്ക് പ്രത്യേകമായ സന്തോഷമുണ്ട്. ജോസഫ് മാർ ബർണബാസ് തിരുമേനിയുടെ 75ാം പിറന്നാളിന് ഞാൻ റാന്നിയിൽ പങ്കെടുത്തിരുന്നു. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ഞായറാഴ്ച ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ പോലെ മണ്ഡലം വിട്ട് എങ്ങും പോവാറില്ല. പക്ഷേ അന്ന് ഞാൻ ഞായറാഴ്ചയായിട്ടും മണ്ഡലം വിട്ട് റാന്നിയിലെത്തിയത് അദ്ദേഹത്തിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു എന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു. മാർത്തോമാ സഭ ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു പുരോഗമന സഭയായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ഞാൻ എബ്രഹാം മാർത്തോമാ മെത്രാപ്പോലിത്തയെക്കുറിച്ചും യൂഹനാൻ മാർത്തോമാ മെത്രാപ്പോലിത്തയെക്കുറിച്ചും ഞാൻ പണ്ട് 2 പ്രഭാഷണങ്ങൾ നടത്തിയത് ഇപ്പോൾ എൻ്റെ DC ബുക്സ് അച്ചടിച്ച പുസ്തകത്തിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അത്ര വലിയ പാരമ്പര്യമുള്ള ഒരു സഭയാണ്, പുരോഗമന സഭയാണ്. പുതിയ കാര്യങ്ങൾ നെയ്തെടുക്കുന്നതിന് വേണ്ടി ത്യാഗ നിർഭരമായ സമീപനങ്ങൾ എടുക്കുന്ന സഭ കൂടിയാണ്. അപ്പോൾ ആ സഭയുടെ പ്രത്യേകത കൂടി ഇന്ന് ഈ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിലൊരു പ്രത്യേകതയുണ്ട്. വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന കരുണയും ദയയും സഹതാപവും പാരസ്പര്യവും സ്നേഹവുമെല്ലാമാണ് നമ്മളെ മനുഷ്യരാക്കുന്നത്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ അധികാരത്തിലിരുന്ന ഒരു ഭരണാധികാരി എലിസബത്ത് രാജ്ഞിയായി. എലിസബത്ത് രാജ്ഞിയുടെ അതിമനോഹരമായ ഒരു പ്രസംഗത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. 2000 വർഷം മുമ്പ് ത്യാഗോജ്വലമായ ജീവിതത്തിലൂടെ, കഷ്ടപ്പാടുകളുടെ ത്യാഗത്തിന്റെ കനൽ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ക്രിസ്തു ഇന്ന് ലോകത്തിലെ എല്ലാവരുടെയും ഹൃദയത്തിൽ ജീവിക്കുന്നത്. 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ വഴികാട്ടിയായി ക്രിസ്തു ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നാണ് എലിസബത്ത് രാജ്ഞി പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും നമ്മൾ വലുത് സ്വീകരിക്കുമ്പോഴല്ല നമുക്ക് സന്തോഷമുണ്ടാകേണ്ടത്. നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് മറ്റൊരാൾക്ക് നൽകുമ്പോഴാണ് നമ്മൾ ഏറ്റവും സന്തോഷിക്കേണ്ടത് എന്നാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാതൽ എന്നാണ് എലിസബത്ത് രാജ്ഞിയുടെ മനോഹരമായ പ്രസംഗത്തിലുള്ളത്. നമ്മുടെ ഈ വഴികളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കരുത്താകുന്നത് ആ ദൈവവിശ്വാസമാണ്. അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ കരുത്താണ് നമ്മുടെ ആത്മവിശ്വാസമായി എപ്പോഴും മാറേണ്ടത്. ഞാൻ പഴയ നിയമത്തിലെ മീഖ പ്രവാചകന്റെ അതിമനോഹരമായ ഒരു വാചകം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. മനുഷ്യ, നല്ലതെന്തെന്ന് നിനക്ക് അവൻ തോന്നിപ്പിച്ചിരിക്കുന്നു. ദയാപരമായി പ്രവർത്തിക്കാൻ, ന്യായം പ്രവർത്തിപ്പാനും ദയാപരനായി ഇരിപ്പാനും ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടുകൂടെ നടപ്പാനും അല്ലാതെ യഹോവ നിന്നോട് എന്താണ് ചോദിക്കുന്നത് എന്നാണ് മീഖാ പ്രവാചകൻ പറയുന്നത്. ആ മീഖാ പ്രവാചകന്റെ ആ വാക്കുകൾ എന്ന് പറയുന്നത് എത്ര വിലപ്പെട്ടതാണ്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ മീഖാ പ്രവാചകന്റെ വാക്കുകളാണ്. ന്യായം പ്രവർത്തിപ്പാൻ, ദയാപരനായിരിക്കാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടുകൂടി നടക്കാൻ. അപ്പോഴാണ് നമ്മൾ പാവപ്പെട്ടവന്റെ സങ്കടം കാണുന്നത്, കണ്ണീര് കാണുന്നത്, ജീവിതത്തിന്റെ കഥനകഥകൾ കേൾക്കുന്നത്. ആ കണ്ണീരൊപ്പാൻ, അവന്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ മാറ്റാൻ, അവനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മളിലുള്ള നമ്മുടെ ദൈവവിശ്വാസമാണ്. ആ ദൈവവിശ്വാസമാണ്
നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നൽ നമുക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ ഉണ്ടാകരുത്. നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് എന്ന തോന്നൽ ഉണ്ടാകണം. നമുക്കറിയാം, ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനു ശേഷം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അദ്ദേഹം എമ്മാവൂസ് വഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന 2 ശിഷ്യന്മാരുടെ സമീപത്തു കൂടെ അവരറിയാതെ നടന്നുപോയി. ആ 2 ശിഷ്യന്മാർ വളരെ നിരാശരായിരുന്നു. അവരെല്ലാം നഷ്ടപ്പെട്ടവരെ പോലെയാണ് നടന്നത്. ഇനി എന്തുണ്ട് ജീവിതത്തിൽ? നിരാശരും അപമാനിതരുമായിട്ടാണ് നടന്നിരുന്നത്. അവർ പരസ്പരം പറഞ്ഞു, അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് എന്നാണ് ലൂക്കാസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്. നടപ്പ്, ആ ഒറ്റയ്ക്കുള്ള നടപ്പ്, യേശു അവരറിയാതെ കൂടെ നടക്കുക. പിന്നീടാണ് അവര് പറയുന്നത്, അവൻ നമ്മുടെ കൂടെ നടന്ന് അവന്റെ തിരുവെഴുത്ത് നമുക്ക് തിരുവെഴുത്തിന്റെ വെളിച്ചം നമുക്ക് ബോധ്യമാക്കി തന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിജ്വലിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ആ തിരുവെഴുത്തിന്റെ വെളിച്ചം അവൻ പകർന്നു തന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിജ്വലിക്കുകയായിരുന്നു. അതായത് നിരാശയിൽ നിന്ന്, എല്ലാം തകർന്നു പോയി എന്നുള്ള ചിന്തയിൽ നിന്ന് അവൻ വന്ന് നമുക്ക് ആ വിശ്വാസം പകർന്നു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നു എന്നാണ്. ആ വിശ്വാസത്തിൽ ഹൃദയം ജ്വലിക്കുന്ന 2 ക്രിസ്ത്യ ശിഷ്യന്മാരുടെ പൗരോഹിത്യ ജൂബിലിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത് എന്നുള്ള അഭിമാനവും സന്തോഷവും എനിക്കുണ്ട്. അവരുടെ ജീവിതവും നൽകുന്ന സന്ദേശം അതാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, അവരെ ചേർത്ത് നിർത്താൻ, അവരുടെ സങ്കടങ്ങൾ മാറ്റാൻ, അവർക്ക് എന്ത് ചെയ്യാൻ. 75ാം പിറന്നാൾ ആഘോഷത്തിന് പോയപ്പോൾ 75 പേർക്കാണ് അല്ലെ വീട് വെച്ചു കൊടുക്കാനുള്ള തീരുമാനമുണ്ടായത്. ഐസക് മാർ വിലക്സനോസ് എപ്പിസ്കോപ്പയും അതുപോലുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി, എല്ലാവരോടും ദയാപരമായി പെരുമാറി, ന്യായം പ്രവർത്തിപ്പിച്ച് ആളുകളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നവരാണ്. 2 പേരുടെയും ഈ സ്നേഹാഗമം പങ്കെടുക്കാൻ കഴിഞ്ഞ നമ്മളെല്ലാം, ഞാനടക്കം നിങ്ങളെല്ലാം ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ കരുതുന്നു. വലിയ ഒരു സദസ്സാണ്. ക്ലീമിസ് ബാവ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്ക് പേടിയാണ് സംസാരിക്കുന്നത്. അതിങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കും. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. മാത്രമല്ല, ഒരുപാട് പേർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ സുഹൈൽ മൗലവിയും സമദാനി MP ഉൾപ്പെടെയുള്ള അച്ഛൻ സംസാരിച്ച് ഒരുപാട് പേർ ഇവിടെ ഈ വേദിയിലുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ വഴിമാറുന്നു. എനിക്ക് ഏറ്റവും സന്തോഷം, ചിലപ്പോൾ നമ്മുടെ മനസ്സ് നിറയുന്നത് ചില ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴാണ്. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ മനസ്സ് നിറഞ്ഞാണ് പോകുന്നത് എന്നുകൂടി ഹൃദയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സ്നേഹാഗമം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.